വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ വിശദീകരണവുമായി അദാനി ഗ്രൂപ്പ്. MSC കമ്പനിയുമായി ഉണ്ടാക്കിയത് പ്രാഥമിക ധാരണ. ഓഹരി കൈമാറ്റമുണ്ടായാലും MSCക്ക് വിഴിഞ്ഞത്ത് കുത്തകാവകാശം കിട്ടില്ലെന്ന് കത്തിൽ. സർക്കാരിന്റെ അനുമതിയോടെ മാത്രം മുന്നോട്ടെന്നും അദാനി ഗ്രൂപ്പ്. കരാർ കൈമാറ്റം ആലോചിച്ചുറപ്പിച്ച കച്ചവടമെന്ന് പിണറായി വിജയൻ. സർക്കാർ അദാനിയെ സംരക്ഷിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് സെബിക്ക് കത്തയച്ചു. ആസൂത്രണ ബോർഡ് PSC പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ അട്ടിമറി. ചെയർമാനെതിരെ അംഗങ്ങൾക്ക് അതൃപ്തി. ക്രമക്കേട് അന്വേഷിക്കാൻ PSC ചെയർമാൻ നിർദ്ദേശം നൽകിയത് പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള കൺട്രോളർക്ക്. ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്ന യോഗ തീരുമാനം നടപ്പാക്കിയില്ല. കൊച്ചിയിലെ കോറോ ഹെൽത്ത് കൂട്ടപ്പിരിച്ചുവിടലിൽ ധാരണ തെറ്റിച്ച് പിരിച്ചുവിടൽ നടപടികളുമായി അമേരിക്കൻ കമ്പനി മുന്നോട്ട്. നോട്ടീസ് ലഭിച്ച ജീവനക്കാർക്ക് 3 മാസത്തെ ശമ്പളം നൽകി. തുക നൽകിയത് പിരിച്ചുവിടൽ നിയമപ്രകാരം. കമ്പനിയുടെ നടപടി അംഗീകരിക്കില്ലെന്നും ഇടപെടുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. കേന്ദ്ര ലേബർ കോഡ് പാലിച്ചാണ് നടപടിയെന്ന് കോറോ ഹെൽത്ത്. സംസ്ഥാനത്ത് മഴ ശക്തം. എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട്. നാളെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കണ്ണൂരും കാസർഗോഡും തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട്. കോഴിക്കോട് നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ അതീവ ജാഗ്രതാ നിർദ്ദേശം. തൃശൂർ നെടുപ്പുഴയിൽ കോൾപ്പാടത്ത് മിനി ബോട്ട് മറിഞ്ഞ് കാണാതായ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. വധശ്രമക്കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ R. സുഗതന് ജാമ്യമില്ല. സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റിനെത്തിയ പോലീസുകാരെ ആക്രമിച്ചതിലും ജാമ്യമില്ല. കാപ്പ പ്രതിയായ സുഗതൻ വിയൂർ ജയിലിൽ തുടരും. ലോകകപ്പിൽ അർജന്റീനയെ വിറപ്പിച്ചു പൊരുതി വീണ് കേപ്പ് വെർദ. 2-3 ഗോളുകൾക്ക് പ്രീ ക്വാർട്ടറിൽ കടന്ന അർജന്റീന. ജയം എക്സ്ട്രാ ടൈമിൽ. 20 ഗോൾ തികച്ച് മെസ്സി. ഷൂട്ടൌട്ടിൽ ഓസ്ട്രേലിയയെ വീഴ്ത്തിയ ഈജിപ്ത്. പ്രീ ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ ഘാനയെ തോൽപ്പിച്ച് കൊളംബിയയും പ്രീ ക്വാർട്ടറിന് ഇന്ന് തുടക്കം. ഫ്രാൻസും മൊറോക്കോയും കളത്തിലേക്ക്.